മോനെ, എന്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും പന്തികേടുണ്ടോന്ന് ഒന്ന് നോക്കിക്കേ. ഗബ്രി, ജാസ്മിൻ ഈ രണ്ടാളുകളും അവരുടെ കളിയുടെ സ്ട്രാറ്റജി മാറ്റിക്കളിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടോ എന്നൊരു സംശയം. പ്രേക്ഷകർക്കൊന്നും മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലുള്ളൊരു കളി അവർ ആസൂത്രണം ചെയ്യുകയാണോ എന്നെനിക്കൊരു സംശയം തോന്നുന്നു. കാരണം കഴിഞ്ഞ ദിവസം ജാസ്മിൻ പനിയായിട്ടിരുന്ന സമയത്ത് ഒരു ടാസ്ക് കൊടുക്കുകയും ആ ടാസ്കിൽ അവർക്ക് പനി കൃത്യമായിട്ട് മാറാത്തതിൻ്റെ അല്ലെങ്കിൽ സുഖം പ്രാപിക്കാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പരിധിവരെ അവർക്ക് നന്നായി കളിക്കാൻ പറ്റിയുള്ളൂ എന്നുള്ളൊരു ആരോപണം വരികയും അതിന് പകരം ശ്രീതു എന്ന കണ്ടസ്റ്റൻ്റ് ആയിരുന്നെങ്കിൽ ആ ടീമിൽ നന്നായി കളിച്ചേനെ എന്ന് ജിൻഡോ പറഞ്ഞതിനെ ഗബ്രി സപ്പോർട്ട് ചെയ്തു. അതിനെ തുടർന്ന് ജാസ്മിൻ ഗബ്രിയോട് ചോദിച്ചു, നീ എന്തടിസ്ഥാനത്തിലാണ് ജിൻഡോ അങ്ങനെ പറഞ്ഞപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിച്ചത്? അത് ശരിയല്ല എന്നുള്ള രീതിയിൽ ഗബ്രിയോട് പറഞ്ഞു. ഗബ്രി കുറച്ച് ദേഷ്യത്തിൽ അല്ലെങ്കിൽ പൊട്ടിത്തെറിച്ച രീതിയിൽ ഞാൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന് നീ ആദ്യം കൃത്യമായി മനസ്സിലാക്കുക, എന്നിട്ട് സംസാരിക്കാൻ പോവാ എന്നുള്ള രീതിയിലെല്ലാം സംസാരിച്ചു. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് ജാസ്മിനും തിരിച്ച് മറുപടി പറഞ്ഞു. പിന്നീട് ഗബ്രി പറഞ്ഞു, നിനക്ക് വയ്യാതിരുന്ന സമയത്ത് നിനക്ക് ടാസ്ക് ശരിക്കും ചെയ്യാൻ പറ്റിയില്ല, നീ കിതച്ച് ഒരു പട്ടിയുടെ പോലെ അല്ലെങ്കിൽ പട്ടി കിതയ്ക്കുന്ന പോലെ എന്നുള്ളൊരു ഉപമ അവിടെ ഉപയോഗിക്കുകയും ജാസ്മിൻ ദേഷ്യപ്പെട്ട് കട്ടിൽ നിന്ന് അല്ലെങ്കിൽ അടുത്തിരുന്ന സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് പോവുകയും ഒക്കെ നമ്മൾ കണ്ടു. അപ്പോൾ ഇനി പരസ്പരം ഏറ്റുമുട്ടി അല്ലെങ്കിൽ ഒരു ദേഷ്യം പ്രകടിപ്പിച്ച് അവർ തമ്മിൽ പരസ്പരം തെറ്റിയിരിക്കുകയാണ്. ഇനി അവർ തമ്മിൽ പോട്ടാപ്പൊട്ടികൾ ഉണ്ടാകും, നല്ല രീതിയിൽ മത്സരിക്കും, അവർ പിരിഞ്ഞു അല്ലെങ്കിൽ അവർ ശത്രുക്കളായി മാറി എന്നുള്ള ഒരു സന്ദേശമാണോ അല്ലെങ്കിൽ ആ ഒരു സ്ട്രാറ്റജി ആണോ എന്നുള്ള ഒരു സംശയം തോന്നുന്നു. ഉറപ്പിക്കാൻ വയ്യ, കാരണം അവർ ഏത് സമയത്ത് ഏത് സ്ട്രാറ്റജി ഉപയോഗിക്കുമെന്ന് അവർക്ക് പോലും കൃത്യമായിട്ട് നിശ്ചയമില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടത് അങ്ങനെയാണ്, ഒരു ചെറിയൊരു അടി പൊട്ടുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ ഒരു രോഷപ്രകടനം കാണിച്ചുകൊണ്ട് എഴുന്നേറ്റ് പോകുന്ന ജാസ്മിനെയും അവിടെ നിന്ന് മറ്റുള്ള ആളുകളോട് ജാസ്മിൻ എന്താണ് കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാത്ത, അവൾക്ക് എന്ത് പറ്റി എന്നുള്ള രീതിയിൽ സംസാരിക്കുന്ന, പൊട്ടിത്തെറിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഗബ്രിയെയും അതാണ് കഴിഞ്ഞ ദിവസം കാണാനായിട്ട് സാധിച്ചത്. അറിയില്ല എത്ര ദിവസം ഈ പണക്കം നീണ്ടു നിൽക്കും അല്ലെങ്കിൽ ഈ ആക്ടിങ് നീണ്ടു നിൽക്കും, ഒന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ അത് അവരുടെ മനസ്സിൽ നിന്ന് തോന്നിയിട്ടുള്ള ഒറിജിനൽ വികാരമായിരിക്കാം, അല്ലായിരിക്കാം. പക്ഷേ നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് സത്യം, ഞാനടക്കമുള്ള കുറച്ച് ആളുകൾക്ക്.